ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെത്തേഡ്സ് ഓഫ് സർവേ. ഏതൊക്കെ രീതിയിൽ ഒരു സർവേ നമുക്ക് കണ്ടക്ട് ചെയ്യാം. മെത്തേഡ്സ് ഓഫ് സർവേ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻസസ് മെത്തേഡ്, സാമ്പിളിംഗ് മെത്തേഡ്, ഫാക്ട്സ് സർവേ മെത്തേഡ്. അതിലെ ഫസ്റ്റ് വൺ സെൻസസ് മെത്തേഡ്. The term is used mostly in connection with the national population and housing census. Other common census include agriculture, business and traffic census. സെൻസസ് മെത്തേഡ് എന്ന ടേം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നാഷണൽ പോപ്പുലേഷൻ ആൻഡ് ഹൗസിംഗ് സെൻസസ് ആണ്. കാരണം അഗ്രികൾച്ചർ, ബിസിനസ്, ട്രാഫിക് സെൻസസ് എന്നിവ പോലുള്ള കോമൺ ആയി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് സെൻസസ് എന്ന് പറയുന്നത്. Next point, a survey that measures the entire target population is called a census. ടാർഗറ്റ് പോപ്പുലേഷൻസ് മെഷർ ചെയ്യുന്ന ഒരു സർവേനെയാണ് നമ്മൾ സെൻസസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സെൻസസ് മെത്തേഡ് ഈസ് ദ മെത്തേഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ എന്യൂമറേഷൻ വെർ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ആർ സ്റ്റഡീഡ്. എ പോപ്പുലേഷൻ റെഫേഴ്സ് ടു ദ സെറ്റ് ഓഫ് ഓൾ ഒബ്സർവേഷൻ അണ്ടർ കൺസേൺ. പോപ്പുലേഷനിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും അവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്യൂമറേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സെൻസസ് മെത്തേഡ്. സ്റ്റാറ്റിസ്റ്റിക്കൽ എന്യൂമറേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവരുടെ സ്ഥിതിവിവര കണക്ക്. അതുപോലെ തന്നെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ഓൾ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ അണ്ടർ കൺസേൺ, ദാറ്റ് ഈസ് ദ പോപ്പുലേഷൻ. ദെൻ അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് ഓഫ് സെൻസസ് മെത്തേഡ്. First point, accuracy and reliability. Census method ensure higher degree of accuracy than other techniques. It provides complete information because each and every item is investigated carefully. So it is a very reliable method of data collection. എന്താണ്, മറ്റു പല ടെക്നിക്സിനേക്കാൾ ഹയർ ഡിഗ്രി ഓഫ് ആക്യുറസി ആണ് സെൻസസ് മെത്തേഡിനുള്ളത്. കാരണം ഈച്ച് ആൻഡ് എവറി ഐറ്റം ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് കൊണ്ട് പൂർണ്ണമായി ഇൻഫോർമേഷൻസ് അത് നൽകുന്നുണ്ട്. അതിനാൽ മെത്തേഡ്സിലെ ഡാറ്റ കളക്ഷൻ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ നടത്താൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സ്യൂട്ടബിലിറ്റി. ദിസ് മെത്തേഡ് ഈസ് എഫക്റ്റീവ് ഇഫ് ദ യൂണിവേഴ്സ് ഈസ് സ്മാൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് സ്മാൾ ആണെങ്കിൽ, ഒരു യൂണിവേഴ്സ് കുറവാണെങ്കിൽ ഈ സെൻസസ് മെത്തേഡിൽ റിസർച്ചിന് അതെന്താണ്, വളരെയധികം എഫക്റ്റീവാണ്. എന്ത് കുറവാണെങ്കിൽ, യൂണിവേഴ്സിൽ അവിടെ കുറവാണെങ്കിൽ മെത്തേഡ്സ് ഓഫ് റിസർച്ച് എന്ന് വെച്ചാൽ സെൻസസ് ഓഫ് റിസർച്ചിൻ്റെ കേസിൽ അല്ലെങ്കിൽ സെൻസസ് ഓഫ് മെത്തേഡ്സിൽ റിസർച്ചിൻ്റെ കേസിൽ എന്താണ്, വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇൻറ്റൻസീവ് സ്റ്റഡി. സെൻസസ് മെത്തേഡ് കംപ്ലീറ്റ്ലി എക്സാമിൻ ഈച്ച് യൂണിറ്റ്സ് ആൻഡ് ഗാദർ ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ഫോർ ഇൻറ്റൻസീവ് സ്റ്റഡി. സെൻസസ് മെത്തേഡിലെ ഓരോ യൂണിറ്റിനെയും പൂർണ്ണമായി പരിശോധിക്കുകയും അത് ഇൻറ്റൻസീവായ സ്റ്റഡിക്കായിട്ട് പ്രധാനപ്പെട്ട ഡാറ്റാസ് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇൻഡിസ്പെൻസിബിൾ. Census method is indispensable in certain cases where other method cannot provide reliable and accurate result. മറ്റ് മെത്തേഡ്സുകൾക്ക് വിശ്വസനീയവും കൃത്യവുമായ റിസൾട്ട് നൽകാൻ കഴിയാത്ത ചില സന്ദർഭങ്ങളിൽ സെൻസസ് മെത്തേഡ് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്നാണ് പറയുന്നത്. മറ്റ് മെത്തേഡുകൾക്ക് അല്ലെങ്കിൽ ഒരു റിസർച്ചിൽ വരുന്ന മറ്റ് മെത്തേഡ്സുകൾക്ക് വിശ്വസനീയവും കൃത്യവുമായ റിസൾട്ട് നൽകാൻ കഴിഞ്ഞിട്ടില്ലാത്ത സന്ദർഭങ്ങളിൽ എന്താണ്, അവിടെ ഒരു സെൻസസ് മെത്തേഡ് എന്താണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹെട്രോജീനിയസ് യൂണിറ്റ്. സെൻസസ് മെത്തേഡ് ഈസ് അപ്ലിക്കബിൾ ടു എക്സാമിൻ ഹെട്രോജീനിയസ് യൂണിറ്റ്. ഹെട്രോജീനിയസ് യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ വൈവിധ്യമാർന്ന യൂണിറ്റ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഹെട്രോജീനിയസ് യൂണിറ്റിൻ്റെ പരിശോധിക്കുന്നതിന് സെൻസസ് മെത്തേഡ് ബാധകമാണ് എന്നാണ് പറയുന്നത്. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് ഹെട്രോജീനിയസ് യൂണിറ്റ് പരിശോധിക്കുന്നതിന് അതെന്താണ്, ഒരു സെൻസസ് മെത്തേഡ് ബാധകമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്,
മെത്തേഡാണ് സാമ്പിൾ മെത്തേഡ്. സാമ്പിളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിംഗ് ഒബ്സർവേഷൻ ടു പ്രൊവൈഡ് ആൻ ആഡിക്വേറ്റ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇൻഫ്ലുവൻസസ് ഓഫ് ദ പോപ്പുലേഷൻ. എന്താണ് സാമ്പിൾ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ്റെ മതിയായ ഡിസ്ക്രിപ്ഷനും അനുമാനങ്ങളും നൽകുന്നതിന് ഒബ്സർവ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സാമ്പിൾ എന്ന് പറയുന്നത്. പോപ്പുലേഷനിലെ മതിയായ വിവരണവും അനുമാനങ്ങളും നൽകുന്നതിന് വേണ്ടി ഒബ്സർവേഷൻ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് യൂണിറ്റ് ദാറ്റ് ഈസ് സെലക്റ്റഡ് ഫ്രം പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന യൂണിറ്റിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. റെപ്രസെൻറ്റ് ദ വോൾ പോപ്പുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ സാമ്പിളിംഗ് എന്നത് ഓൾ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പർപ്പസ് ടു ഡ്രോ ദ ഇൻഫ്ലുവൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസസ് ഡ്രോ ചെയ്യാനുള്ള പർപ്പസ് ഏതിനുണ്ട്? സാമ്പിൾസിനുണ്ട് എന്നാണ് പറയുന്നത്. ഇൻഫ്ലുവൻസസ് ഡ്രോ ചെയ്യാനുള്ള പർപ്പസ് ആർക്കുണ്ട്? സാമ്പിൾസിനുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മെറിറ്റ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എൻ എക്കണോമിക്കലി വയബിൾ മെത്തേഡ് ആസ് ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി, സേവ് ടൈം ആൻഡ് റിക്വയർ ലെസ് മാൻ പവർ ടു കളക്ട് ഡാറ്റ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിളിംഗ് മെത്തേഡ്സിൽ എക്കണോമിക്കലി വയബിളായ മെത്തേഡാണ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ഈ മെത്തേഡ്സിൽ എന്താണ് ലെസ് കോസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് കുറഞ്ഞ മാൻ പവർ മാത്രമായിരിക്കും ഏതിലുള്ളത്? സാമ്പിളിംഗ് മെത്തേഡിലുള്ളത് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദ റിസൾട്ട് ഓഫ് ദ സെൻസസ് മെത്തേഡ് മേ ബി ചെക്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സാമ്പിളിംഗ് മെത്തേഡ്. എന്താണ് സെൻസസ് മെത്തേഡിൻ്റെ റിസൾട്ട് സാമ്പിളിംഗ് മെത്തേഡ്സിലൂടെ പരിശോധിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സെൻസസ് മെത്തേഡിൻ്റെ റിസൾട്ട് ഒരു സാമ്പിളിംഗ് മെത്തേഡിലൂടെ നമുക്ക് എന്താണ് ചെക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇൻ കേസ് വേർ ദ പോപ്പുലേഷൻ സൈസ് ഈസ് ടു ലാർജ് ദ സാമ്പിളിംഗ് മെത്തേഡ് ഈസ് ഈസി ആൻഡ് മോർ പ്രാക്ടിക്കൽ. പോപ്പുലേഷൻ്റെ മോർ പ്രാക്ടിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പോപ്പുലേഷനിലെ വലുപ്പം വളരെ വലുതാണെങ്കിൽ സാമ്പിൾ മെത്തേഡ് ഈസി ആയിരിക്കും, അതുപോലെ തന്നെ മോർ പ്രാക്ടിക്കലും ആയിരിക്കും എന്നാണ് പറയുന്നത്. പോപ്പുലേഷൻ്റെ വലുപ്പം വലുതാണെങ്കിൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ വലുപ്പം എന്താണ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ആണെങ്കിൽ അവിടെ എന്താണ് സാമ്പിളിംഗ് മെത്തേഡ് ഈസി ആയിരിക്കും, അതുപോലെ തന്നെ മോർ പ്രാക്ടിക്കൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, വി ക്യാൻ യൂസ് ഇറ്റ് ടു മേക്ക് estimation about population characteristics with even surveying all units of the population. പോപ്പുലേഷൻ്റെ ഓൾ യൂണിറ്റ്സുകളും സർവേ ചെയ്യാതെ തന്നെ പോപ്പുലേഷൻ്റെ സവിശേഷത മനസ്സിലാക്കാൻ സാമ്പിളിംഗ് മെത്തേഡിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡീമെറിറ്റ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. ഫസ്റ്റ് വൺ, if the sampling is not properly conducted, it might lead to erroneous and അൺറെപ്രസെൻറ്റേറ്റീവ് റിസൾട്ട്. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലെ സാമ്പിള് ശരിയായി നടത്തിയില്ലെങ്കിൽ അതെന്താണ് തെറ്റായതും അതുപോലെ തന്നെ പ്രതിനിധീകരിക്കാത്തതുമായ റിസൾട്ടുകളിലേക്ക് നയിച്ചേക്കാം എന്നാണ് പറയുന്നത്. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലെ സാമ്പിൾസ് പ്രോപ്പറായി കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ അതെന്താണ് അത് തെറ്റായതും അതുപോലെ തന്നെ പ്രതിനിധീകരിക്കാത്തതുമായ റിസൾട്ടിന് കാരണമായേക്കാം അല്ലെങ്കിൽ റിസൾട്ടുകളിലേക്ക് നയിച്ചേക്കാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സാമ്പിളിംഗ് നോർമലി ജനറേറ്റ് ആൻ എറർ ഡ്യൂ ടു ലീവിംഗ് ഔട്ട് ഓഫ് യൂണിറ്റ് ഫ്രം ദ പോപ്പുലേഷൻ. ഇഫ് എ ക്രൂഷ്യൽ യൂണിറ്റ് ഈസ് ലെഫ്റ്റ് ഔട്ട് ഓഫ് ദ സാമ്പിൾ ദ റിസൾട്ടിംഗ് എറർ വിൽ ബി ലാർജ്. പോപ്പുലേഷനിൽ നിന്ന് യൂണിറ്റുകൾ ഉപേക്ഷിക്കുന്നതിനാൽ സാമ്പിൾസ് സാധാരണയായി ഒരു എറേഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. ഒരു നിർണായക യൂണിറ്റ് സാമ്പിളിൽ നിന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു എറർ അതെന്താണ് വലുതായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് സ്കിൽഡ് പേഴ്സണൽ ആർ നോട്ട് അവൈലബിൾ ടു ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട് ദ ഡ്രോ വിൽ ബി അൺറിലയബിൾ. എന്താണ് ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗസ്ഥരാണ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ റിസൾട്ട് ഡ്രോ ചെയ്യുന്നത്
അൺറിലയബിൾ ആണ് എന്നാണ് പറയുന്നത്. ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗസ്ഥരാണെങ്കിൽ റിസൾട്ട് ഡ്രോ ചെയ്യുന്നത് അൺറിലയബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇതാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡാണ് ഫാക്ട്സ് സർവേ. ഫാക്ട്സ് ഹാസ് ബീൻ ഷോൺ ടു ബി എ ഫീസിബിൾ ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഫോർ സർവേ ഓഫ് ബിസിനസ്. ബോത്ത് ദ റെസ്പോൺസ് were better for the tax than for the mail survey, although the speed of response was markedly better for tax than other concessional methods. ബിസിനസ് സർവേകൾക്ക് അല്ലെങ്കിൽ ബിസിനസ് സർവേക്കായി സാധ്യമായ ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് ഫാക്ട്സ് സർവേ എന്ന് പറയുന്നത്. രണ്ട് റെസ്പോൺസുകളും മെയിൽ സർവേനേക്കാൾ ബെറ്ററാണ് ടാക്സ് സർവേ എന്ന് പറയുന്നത്. രണ്ട് റെസ്പോൺസിനേക്കാളും അതിൽ വരുന്ന മെയിൽ സർവേസിനേക്കാളും അല്ലെങ്കിൽ മെയിൽ സർവേനെക്കാട്ടും ബെറ്ററാണ് എന്ത് ടാക്സ് സർവേ എന്ന് പറയുന്നത്. ഓൾ ത്രൂ ദ സ്പീഡ് ഓഫ് റെസ്പോൺസസ് വാസ് മാർക്കറ്റ്ലി ബെറ്റർ ഫോർ ടാക്സ് ദാൻ അതർ കൺസെഷണൽ മെത്തേഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസസിൻ്റെ സ്പീഡിനനുസരിച്ചായിരിക്കും അതിൽ അവരുടെ ടാക്സിൻ്റെ കൺസെഷനിൽ ബെറ്റർനെസ് വരുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സർവേ. എന്തൊക്കെ മെറിറ്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിമെറിറ്റ്സ് ആണ് സർവേയിൽ ഉള്ളത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, മെറിറ്റ്സ് ഓഫ് സർവേ ഹെൽപ്സ് ടു കളക്ട് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽ. വ്യത്യസ്ത തരം വ്യക്തികളിൽ നിന്ന് ധാരാളം വിവരങ്ങൾ കളക്ട് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് ഫസ്റ്റത്തെ ഒരു അഡ്വാൻറ്റേജസ് എന്തിൻ്റെ സർവേൻ്റെ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡ്രോയിങ് ജനറലൈസേഷൻ അബൌട്ട് ലാർജ് പോപ്പുലേഷൻ. വലിയ പോപ്പുലേഷനുകളെക്കുറിച്ച് സാമാന്യവൽക്കരണം നടത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, യൂസ്ഫുൾ ടു വെരിഫൈ തിയറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറീസ് പരിശോധിക്കാൻ സർവേ ഉപയോഗപ്രദമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സിമ്പിൾ ടു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുകയാണെങ്കിൽ അഡ്മിനിസ്റ്റർ ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് സർവേയിലുള്ളത്. നെക്സ്റ്റ്, ഡാറ്റ ഒബ്റ്റെയിൻഡ് ആർ റിലയബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഡാറ്റ എന്താണ് റിലയബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, കോഡിംഗ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ ഈസ് റിലേറ്റീവ്ലി സിമ്പിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റയുടെ കോഡിങ് അതുപോലെ തന്നെ അനാലിസിസ് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ് എന്നിവ എന്താണ് താരതമ്യേന സിമ്പിളായിരിക്കും, ലളിതമായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിമെറിറ്റ്സ് ഓഫ് സർവേ. ഫസ്റ്റ് വൺ, ദ ഫീസിബിലിറ്റി ഓഫ് സർവേ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വില്ലിംഗ്നെസ് ആൻഡ് കോപ്പറേഷൻ ഓഫ് ദ റെസ്പോണ്ടൻസ്. സർവേയുടെ സാധ്യത പ്രതികരിക്കുന്നവരുടെ സന്നദ്ധതയെയും സഹകരണത്തെയും ആശ്രയിച്ചിരിക്കുന്നു. സർവേയുടെ സാധ്യത, ചാൻസ്, അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതിൽ റെസ്പോൺസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ കോപ്പറേറ്റ് ചെയ്യുന്നവരെയും ആശ്രയിച്ചായിരിക്കും അതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, സബ്ജക്റ്റ് ടു സാമ്പിളിംഗ് എറർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവേയുടെ സബ്ജക്റ്റിൽ എന്തെങ്കിലും ഒരു സാമ്പിളിംഗ് എറേഴ്സ്, ആ സാമ്പിളിംഗ് എറർ ആ സബ്ജക്റ്റിൽ വിധേയമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ റിസൾട്ട് ഓഫ് ദ സർവേ ആർ സബ്ജക്റ്റ് ടു റെസ്പോണ്ടൻസ് എറർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവേയുടെ റിസൾട്ട് റെസ്പോണ്ടൻറ്റ് എറേഴ്സിന് വിധേയമാണ് എന്നാണ് പറയുന്നത്. സർവേയുടെ റിസൾട്ട്, നമ്മൾ കണ്ടക്ട് ചെയ്ത സർവേയുടെ റിസൾട്ട് എന്തിന് വിധേയമാണ് എന്നാണ് പറയുന്നത്? റെസ്പോണ്ടൻസിന് വിധേയമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ചാൻസ് ഓഫ് മെഷർമെൻറ്റ് എറർ. എന്ന് പറയുകയാണെങ്കിൽ മെഷർമെൻറ്റ് എറേഴ്സിന് എന്ന് വെച്ചാൽ സർവേ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് അതിൻ്റെ അളവിൽ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്റ്റഡീസ് റിലേറ്റഡ് ടു ഹിസ്റ്റോറിക്കൽ സർവേ. ചരിത്രപരമായ എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സർവേയുമായി ബന്ധപ്പെട്ട പഠനത്തിന് അനുയോജ്യമല്ല? ഇത് അനുയോജ്യമല്ല എന്നാണ് പറയുന്നത്. നോട്ട് സ്യൂട്ടബിൾ ടു സ്റ്റഡി ഇൻ റിലേറ്റഡ് ടു ഹിസ്റ്റോറിക്കൽ സർവേ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആയിരിക്കും. എന്താണ് സർവേ മെത്തേഡ് കണ്ടക്ട് ചെയ്യുന്നത്
എക്സ്പെൻസീവ് ആണ് എന്നാണ് പറയുന്നത്, ചിലവേറിയതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? മെത്തേഡ്സ് ഓഫ് സർവേ. മെത്തേഡ്സ് ഓഫ് സർവേ 3 മെത്തേഡ്സ് ഉണ്ട്. സെൻസസ് മെത്തേഡ്, സാമ്പിളിംഗ് മെത്തേഡ്, അതുപോലെ തന്നെ ഫാക്ട് സർവേ മെത്തേഡ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സർവേനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻറ്റ്. താങ്ക് യു.